എന്തോന്നാടി ഇത്? പ്രോഗ്രസ് റിപ്പോർട്ട്. ആ, പ്രോഗ്രസ്. അമ്മ ഇത് കണ്ടോ കൊച്ചുമോളുടെ മാർക്ക്? എന്റെ പൊന്നു മോളെ, അവിടെ പ്രായത്തിനനുസരിച്ചുള്ള മാർക്കൊക്കെ അവള് വാങ്ങിക്കുന്നില്ലേ? ആ, വാങ്ങിക്കുന്നുണ്ട്. അവളുടെ പ്രായത്തിനടുത്തുള്ള മാർക്ക് തന്നെ. എല്ലാത്തിനും 6, 7, 8. അവളുടെ പ്രായവും അത് തന്നെ. അമ്മേ, ക്ലാസ്സിൽ എനിക്ക് മാത്രം ടീച്ചർ മാർക്ക് തന്നാ മതിയോ? എത്രയോ പാവപ്പെട്ട കുട്ടികളുണ്ട്, അവർക്കും കൊടുക്കണ്ടേ മാർക്ക്? കേട്ടോ അമ്മേ? അമ്മ ഇത് കേട്ടോ? എന്തെങ്കിലും ചോദിച്ചാൽ ഇതാണ് ഇവളുടെ മറുപടി. അച്ഛമ്മയല്ലേ പറഞ്ഞത് ഒന്നിനോട് ഒരു ആർത്തി പാടില്ലെന്ന്? അതുകൊണ്ട് എനിക്ക് മാർക്കിനോട് ഒരു ആർത്തിയും ഇല്ല. അമ്മയാണ് ഇവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതെ, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തെ എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ്. അമ്മ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നോ? അമ്മ എന്റെ പൊന്നു മക്കളെ, ഞങ്ങള് കല്യാണം ആലോചിച്ച് ചെന്നപ്പോഴേ ഈ അമ്മ പറഞ്ഞത് എന്തോന്നറിയാമോ? എനിക്ക് IPS ആകാനാണ് ആഗ്രഹം. എന്താ ആവാത്തന്നോ? ഈശ്വര, SSLCക്ക് എല്ലാ വിഷയത്തിന്റെ ഇവിടെ മാർക്ക് കൂട്ടി നോക്കിയിട്ട് ഒരെണ്ണത്തിന് പോലും ജയിക്കാനുള്ള മാർക്കില്ലായിരുന്നു. ഇതാണ് IPS. തള്ളയുടെ ഒരു കാര്യം ചുമ്മാതല്ല അച്ഛനൊക്കെ തലതെറിച്ച് പോയത്. എന്താ IPS ആവാത്തെ? നീ കഴിച്ചു കഴിഞ്ഞില്ലേ? പോയി കൈ എഴുക. എഴുന്നേക്ക്, ബസ്സും വരാറായി. ബസ്സിന് സമയമായി വരാൻ. പ്രശോഭേട്ടന് സ്കൂളില് അല്ല ഓഫീസിൽ പോവാൻ സമയമായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, വലിയ വിദ്യാസമ്പന്നയാണെന്ന്. അതേടി, എന്റെ അമ്മ പഴയ BCom ഫസ്റ്റ് ക്ലാസ്സാ. പിങ്കിമോളുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങ് ഇല്ലാതായി പോയി. എനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് അവളോട് പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്തോന്ന് പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ ഞാൻ പറയുന്നത്. ഒന്നാമതേ കൊച്ചിന് നിങ്ങളുടെ ബുദ്ധിയാ. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോ അവൾ എന്നെ വകവെക്കോ? അങ്ങനല്ലേ അച്ചാമ്മ നമ്മളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്? അവള് കുട്ടിയല്ലേ? കുട്ടി തന്നെയാ വലുതാവുന്നേ. അതിരിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഫംഗ്ഷന് വന്നവരത്തൊക്കെ നീ MBA ആണെന്ന് പറഞ്ഞു എന്തിന്? അത് സാരൊന്നുമില്ല. 9ാം ക്ലാസ് കഴിഞ്ഞവര് പോലും MPhil എന്ന് പറഞ്ഞു നടക്കുന്ന കാലമായത്. കൊള്ളാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു കൊച്ചു വീടെടുത്ത് മാറാം. അതിന്റെ ഒരാവശ്യമില്ല. എടി, അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോ ഈ കാണുന്നതൊക്കെ കുടുംബത്തിന്റെ മൂത്ത മകനായിട്ട് ഞാനാ നോക്കി നടത്തേണ്ടത്. നടന്നത് തന്നെ. നിങ്ങളുടെ അനിയനെ അമ്മയെ സോപ്പിട്ട് നല്ല പിള്ള ചമഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ എന്തേ തെരയുന്നേ? ഒരു സാധനം വെച്ചാ വച്ചെടുത്ത് കാണൂല. എന്റെ വാച്ച് എവിടെ? അതാ അലമാരിക്കകത്ത് കാണും. എന്നാ പോയി എടുത്തോണ്ട് വാ. ഇതെനിക്ക് വാങ്ങിയതാ. അത് നിനക്ക് വാങ്ങിച്ചതല്ല, അമ്മയ്ക്ക് വാങ്ങിച്ചതാ. അന്നത്തെ ആ പ്രശ്നത്തിന്റെ ഇടയിൽ ഫംഗ്ഷന് കൊടുക്കാൻ പറ്റിയില്ല. ആ, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ കൊടുക്കണ്ട, ഞാൻ എടുത്തോളാം. പ്രശോഭേ, ഇതാ വരുന്നമ്മേ. ഇറങ്ങിയില്ലേ? അതിന് വന്നേ. അയ്യോ, എന്താ കയ്യില്? അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. എന്താ സാധനം? അന്നത്തെ ഫംഗ്ഷനിൽ തരാൻ പറ്റിയില്ല, അതാ ഇപ്പൊ തരാന്ന് വിചാരിച്ചേ. എന്താ പറ? ഒരു മോതിരം. ഓ, നല്ല വെയിറ്റ് ഉണ്ടല്ലേ. 2 പവനുണ്ട്.
അയ്യോ ഒക്കെ പറഞ്ഞാലും എന്റെ മൂത്ത മരുമോക്ക് എന്നോട് വലിയ സ്നേഹമാണ്. എന്നാലും എന്റെ മോനെ നിനക്ക് തോന്നിയോടാ അതിന്റെ അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു തരാൻ? മതി മതി വാ അല്ലെങ്കിൽ സമയം പോയിപ്പോ ഈ മുകളിൽ നിൽക്കുവാ.